ഇൻ്റർവ്യൂസ് അതിര് കടക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പലരും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക മറ്റേ വർത്തമാനം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ വിളിച്ചിരുത്തുക, അതോടൊപ്പം തന്നെ ഒരു അവതാരിക ഇരുത്തുക. പെൺകുട്ടികളാകുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര റീച്ച് ആവുമല്ലോ, കുറേയൊക്കെ അങ്ങ് റീൽസൊക്കെ പോകുമ്പോൾ ഭയങ്കര റീച്ച് ആവുമല്ലോ. അവനോ അറിവും പൊക്കണോ ഇല്ല, പെൺകുട്ടിയായിട്ടുള്ള നിനക്ക് പോലും ഇത്ര വിവരം ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ വല്ലാത്തൊരു കഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നാലെ നിഹാദ് എന്ന് പറയുന്ന തൊപ്പി എന്ന് പറയുന്ന അവൻ ഒരു ലൈവ് പോവുകയുണ്ടായി. അവൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇവനെ പുറത്താക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് ഇവൻ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് എന്നെ പുറത്താക്കില്ലേ എന്നോട്ട് കരഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ട്. ഇച്ചിമുള്ളിയായിട്ടുള്ള ഈ വാണ ചെറുക്കനെയൊക്കെ എന്തോ ചെയ്യണമെന്ന് പറ. തോന്നിവാസമല്ലേ ഇവൻ വന്നിരുന്നു പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചാലും ഇവനൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല, അത്രയ്ക്ക് വിവരമില്ലാത്തൊരു ചെറുക്കനാണ് ഇവൻ. വിവരക്കേട് ഇവന് എനിക്ക് തോന്നുന്നു കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ റീച്ച് ആകാം എന്നുള്ളൊരു വിചാരം ഉണ്ടാകും. കാരണം ഇവൻ നിൽക്കുന്നതും അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ്, അവനെ തെറ്റു പറയാൻ പറ്റില്ല. അവൻ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അവനും ഇൻഫ്ലുവൻസ് ആയതാണ് അതിൽ.